64ാമത് സ്കൂൾ കലോത്സവം. അപ്പം തൃശ്ശൂർ പൂരം, ആ പൂരത്തിനെ വെല്ലുന്ന നിലയിലുള്ള കൗമാരമേള തുടങ്ങിയിരിക്കും. ഞങ്ങൾ റെഡിയാണ്. അന്വേഷണം.com ആ വണ്ടു ടോക്സും ഞങ്ങൾ റെഡിയാണ്. ഞങ്ങളുടെ ഫുൾ ടീം റെഡിയാണ്. ഞാൻ ഇപ്പം പ്രധാന വേദിക്കെടുത്താണ് നിൽക്കുന്നത്. കണ്ടില്ലേ, ആ പ്രധാന വേദിയുടെ ബാക്കിലുണ്ട്. ഇവിടെ കംപ്ലീറ്റ് ക്രൗഡാണ് കേട്ടോ, ഗംഭീര ക്രൗഡാണ്. ഇനി നമ്മുടെ ടീമുകളൊക്കെ ഒന്ന് പരിചയപ്പെടുത്തിക്കാൻ. നമ്മുടെ ടീമുകളെല്ലാം റെഡി ആയിക്കൊണ്ടിരിക്കുകയാണ്. എന്തായാലും വലിയ ഒരു സജ്ജീകരണം ഒരുക്കിയിരിക്കുന്ന ഒരു സംഭവത്തിലേക്കാണ് പോകുന്നത്. കമാനത്തിന് മുമ്പിലാണ്. അപ്പം വണ്ടു ടോക്സ് റെഡിയാണ്. ഞങ്ങളുടെ വെബ്സൈറ്റായ അന്വേഷണം.com റെഡിയാണ്. നമുക്ക് ടീമിനെ പരിചയപ്പെടാം. ഓക്കെ, റെഡി, ചാൽ. അപ്പം ഉദ്ഘാടനം തുടങ്ങുന്നതിൻ്റെ മുന്നോടിയായി എല്ലാവരും ഉൾപ്പെടെയുള്ളവർ, IOBJ ഉൾപ്പെടെയുള്ളവർ റെഡിയായിട്ട് നിൽക്കുകയാണ്. ഉദ്ഘാടനത്തിൻ്റെ സമയമാകുകയാണ്. എല്ലാ MLA-മാരും ഉൾപ്പെടെ ഉണ്ട്. ഉദ്ഘാടനത്തിന് കാത്തിരിക്കല്ലേ? അതെ അതെ അതെ, അല്പസമയത്തിനുള്ളിൽ ആരംഭിക്കും. നമ്മൾ പൊളിക്കും. തൃശ്ശൂർ പൊരിക്കും. ഉറപ്പല്ലേ? തീർച്ചയായിട്ടും തൃശ്ശൂരിലെ കലോത്സവം പൊരിക്കും. അങ്ങനെ തന്നെയല്ലേ? അടിപൊളിയല്ലേ? തൃശ്ശൂരിലെ കലോത്സവം നമ്മൾ പൊളിക്കുന്നതാണ്. തീർച്ചയായും. ഇപ്പോഴത്തെ ആരവം പോലെ തന്നെ കേരളത്തിലെ ഏറ്റവും ചരിത്രത്തിലെ ഏറ്റവും വലിയ പങ്കാളിത്തമുള്ള കൃത്യതയുള്ള കലോത്സവമായിട്ട് ഇത് മാറും. നമ്മൾ അടിച്ചു പൊളിക്കാം. ഇവിടെ താളം പിടിച്ചോണ്ടിരിക്കാട്ടോ. ആ താളം അങ്ങ് പോട്ടെ. അങ്ങോട്ട് ആ താളം വെള്ളം കിടക്കണം. താളം പൊളിച്ചോണ്ടിരിക്കല്ലേ? നമുക്ക് അടിച്ചു പൊളിക്കണം. നമ്മുടെ ഈ കലോത്സവം അതിഗംഭീരായിരിക്കും. തൃശ്ശൂർക്കാർ വല്ല പരിപാടിയായിട്ട് പൊളിച്ചിട്ടുണ്ടാ? ഇവിടെ തൃശ്ശൂർ പൂരം നടത്തുന്ന ആൾക്കാരല്ലേ നമ്മള്. തൃശ്ശൂർ പൂരത്തിനേക്കാളും വലിയ പരിപാടി ലോകത്ത് എവിടെയെങ്കിലും ഉണ്ടാ? ഇവിടെ വേണേ ഒളിമ്പിക്സ് നടത്തും. നമുക്ക് അടിച്ചു പൊളിക്കാം. അപ്പൊ എല്ലാരും ഒക്കെ അല്ലേ? എല്ലാരും ഉദ്ഘാടനം. നമ്മുടെ വിജയേട്ടാ, നമ്മുടെ നാട്ടില് കലോത്സവം അല്ല കലോത്സവം അപ്പൊ ഒരു 9 കൊല്ലം 8 കൊല്ലം 9 കൊല്ലം വന്നിട്ട് വന്നത് ഭയങ്കര സന്തോഷം. തൃശ്ശൂരായിട്ടുള്ള വേദികളുണ്ട്, നടത്താൻ പറ്റുന്ന വേദികളുണ്ട്, നമുക്കറിയാലോ. പിന്നെ നമ്മളെ മഞ്ജുവാര്, അവരെ വിനീത്, അവരൊക്കെ ഇങ്ങനത്തെ ഈ കലാവേദികളിൽ വന്നിട്ടുള്ളതാണ്. അപ്പൊ അങ്ങനത്തെ ഉള്ള പിള്ളേർക്ക് ഭയങ്കര അവസരമാണ്. അവരെ പെർഫോമൻസ് ഡെവലപ്പ് ചെയ്യാനും അവർ കാണിച്ചു കൊടുക്കാനും, നാട്ടുകാർക്ക് കാണിച്ചു കൊടുക്കാനും. മഞ്ജുവാരിയൊക്കെ വന്നത് ഇതിന് സിനിമയിലേക്ക് വന്നിട്ടുള്ളതാണ്. നമ്മൾ ഇത്ര വലിയ തന്നെയല്ലേ നമ്മൾ വിചാരിച്ച ഇങ്ങനെയൊക്കെ ആവുന്നത്. അപ്പോൾ അവിടെ പിള്ളേർക്കൊക്കെ ഭയങ്കര ഒരു ഓപ്പർച്യൂണിറ്റിയാണ് അങ്ങനെ വരാൻ വേണ്ടിയിട്ട്. പിന്നെ ഇതെന്തായാലും എനിക്ക് വന്നത് എൻ്റെ പെണ്ണ് ഡാൻസ് ചെയ്യുന്നത് എനിക്കറിയാലോ. അല്ലേ, അവളും ഇങ്ങനത്തെ കുറെ പോയിട്ടുള്ളതാണ്. അപ്പൊ അതിൻ്റെ ഒരു ബന്ധവും പിന്നെ സ്പോർട്സ് ആയാലും കലയിലും ഒക്കെ ഒരേ മാതിരിയല്ലേ, എല്ലാം പൊളിച്ചടക്കില്ലേ. അപ്പം വിജയേട്ടൻ നമ്മുടെ കൂടെ ഉണ്ട്. വിജയേട്ടാ, ഞങ്ങളുടെ ടീം 30 പേരുണ്ട്. വണ്ടു ടോക്സിന്റെ 30 പേര്. വണ്ടു ടോക്സ് എന്താണ്? അന്വേഷണം.com കൂടിയാണ് നമ്മൾ ഈ കലയിലേക്ക് പേര് പൊളിക്കാൻ പോവാന്ന് പറഞ്ഞേക്ക്. താങ്ക് യു. അപ്പം നമ്മുടെ ടീമിനെ ഒന്ന് പരിചയപ്പെടണ്ടേ? കലോത്സവം തുടങ്ങിയ ടീമിന്, നമ്മുടെ ടീമിനെ പരിചയപ്പെടാം. എങ്ങനെയാണ്? പൊളിക്കുമല്ലോ നമ്മൾ ഉഷാറാക്കും. തവണ നമ്മൾ തന്നെ കപ്പ് തൂക്കും. അവാർഡ് കഴിഞ്ഞ വർഷവും തൃശ്ശൂർ തന്നെയാണ്, ഇത്തവണ നമ്മൾ തന്നെ കപ്പടിക്കും. പക്ഷെ നമ്മള് കപ്പടിക്കും. നമ്മള് മീഡിയ അല്ല. അപ്പൊ എങ്ങനെ കപ്പടിക്കണത്? നമ്മള് മീഡിയയില് നമ്മൾ പൊളിക്കും. അതിലും കപ്പടിക്കും. നമ്മള് പൊളിക്കും. എങ്ങനെയാ സിബി? തകർക്കുക നമ്മള്. കലോത്സവം എന്ന് പറയുമ്പോഴത്തേക്കും നമ്മൾ എന്തായാലും ഉത്സവമാണ്. പ്രത്യേകിച്ച് തൃശ്ശൂരും കൂടെ ആകുമ്പോഴത്തേക്ക് ആ ഒരു ആവേശം ഉണ്ടല്ലോ. നമ്മൾ ഇവിടെ വന്ന സമയത്ത് സാധാരണ തൃശ്ശൂർ പൂരത്തിനാണ് ജനങ്ങളുടെ മനസ്സിലെ ആവേശങ്ങൾ. ഇവിടെ വന്നപ്പം ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി കൂടുക. അതിനകത്ത് ഭക്ഷണം ഇല്ല, ടൈമില്ല, ഒന്നുമില്ല. അപ്പൊ ആ എനർജിയിൽ അങ്ങ് പോവാ. കണ്ണിന് എന്തെങ്കിലും പ്രശ്നമുണ്ടോ? കണ്ണിന് ഇച്ചിരി സ്റ്റൈലായിക്കോട്ടെ. കുഴപ്പമില്ല. എങ്ങനെയാണ്? പൊളിക്കുവാണോ? പൊളിക്കും. കലോത്സവം പ്രാവശ്യം വളരെ തൃശ്ശൂർ ആയതുകൊണ്ട് തന്നെ തൃശ്ശൂർ നമ്മുടെ സ്ഥലമാണ്. അപ്പൊ അതിന്റേതായ ഇതിന്റെ തൃശ്ശൂർ പൂരത്തിൽ തൃശ്ശൂരിന്റെ ഒരു സാംസ്കാരികത നിലനിർത്തിക്കൊണ്ടാണ് കലോത്സവ പ്രാവശ്യം കളറാക്കിയിരിക്കുകയാണ്. മൊത്തത്തിലൊരു വർണ്ണാഭമായിട്ടുള്ള ഒരു ആംബിയൻസ് തന്നെയാണ് ഇവിടെ ഒരുക്കിയിട്ടുള്ളത്. അപ്പോ കലോത്സവത്തിൽ പങ്കെടുക്കാൻ വരുന്നവരും എല്ലാവരും കൂടി കൂടുതൽ കളറാക്കുമെന്ന് പ്രതീക്ഷിക്കുന്നു. അതെ, പൊളിക്കും. വണ്ടു ടോക്സിൽ ആദ്യമായിട്ടാണ് നമ്മൾ പൊളിക്കും. ഉറപ്പിച്ച്. നമ്മുടെ തൃശ്ശൂരും കൂടെ ആണല്ലോ, ഈ പൂരത്തിന്റെ ഒരു വൈബിലാണ് കലോത്സവം പോയിക്കൊണ്ടിരിക്കുന്നത്. ആദ്യത്തെ ദിവസം തന്നെ അങ്ങനെ തന്നെയാണ്. ഇനി ഇത് അവസാന ദിവസം വരെ അങ്ങനെ തന്നെ ആയിരിക്കും. അടിപൊളിയാകുന്നത്.
ഇതെന്താ ഗ്ലാസ് ഒക്കെ വേറെ എവിടെയൊക്കെ വെച്ചേക്കുന്നത്? കുറച്ച് വൈബ് ആയിക്കോട്ടെ എന്ന് വെച്ചു, കളർ ആയിക്കോട്ടെ എന്ന് വെച്ചു. എന്തായാലും തൃശ്ശൂരല്ലേ, പൂരത്തിന്റെ വൈബാണ്. അപ്പൊ നമ്മളൊന്ന് കളറാക്കുക, 1-2 ടോക്സും കളറാക്കുക, സെറ്റാക്കാം. ഇതാണ് നമ്മുടെ ബ്യൂറോ ചീഫ് കേട്ടോ. എങ്ങനെയാ പൂരങ്ങളുടെ പൂരം ഒരുക്കി വരുന്ന ഈ സാംസ്കാരിക തലസ്ഥാനത്തിൽ കൗമാരപൂരം കലകലക്കും. പൊളിക്കുമല്ലോ നമ്മൾ? പൊളിക്കും. നമ്മുടെ ടീം ഉഷാറല്ലേ? ഉഷാറാ. അപ്പോൾ നമ്മുടെ ടീമെല്ലാം ഉഷാറാണ്. നമ്മൾ ഇനിയും ടീമിനെ പറയും. നമുക്ക് മെയിൻ സ്പോൺസറുകൾ പറയും. നമ്മുടെ മെയിൻ സ്പോൺസർ മൈജിയാണ്. മൈജി എന്നും നമ്മോടൊപ്പമാണ്. അതോടൊപ്പം നമ്മുടെ മെയിൻ സ്പോൺസറാണ് IFA. ഫർണിച്ചറുകളിലെ ഉസ്താദാണ് കേട്ടോ. പിന്നെ നമുക്കൊരു സിനിമ ടീമാണ്. അതാണ് ഏറ്റവും ഹൈലൈറ്റ്. നമ്മുടെ സിനിമ ടീം എന്ന് പറഞ്ഞാൽ കണ്ടില്ലേ, ചത്താ പച്ച. 22-ാം തീയതിയാണ് റിലീസ്. നമ്മുടെ സ്പോൺസറാണ്. നമ്മുടെ ടീമുകൾ നമ്മുടെ ഇങ്ങോട്ട് വരുന്നുണ്ട്, ഈ സ്റ്റാളിലേക്ക് അവരൊക്കെ വരുന്നുണ്ട്. അപ്പോൾ നമുക്ക് പൊളിക്കണം. ഇനി നമുക്ക് എഡിറ്റിംഗ് സെക്ഷൻ കൂടെ പരിചയപ്പെടാറുണ്ട്. അപ്പോൾ നമ്മുടെ PCR കണ്ടേ, PCR എല്ലാവരും ചായ കുടിക്കാനൊക്കെ പോയൊക്കെ എല്ലാവരും വരാനുണ്ട്. എല്ലാവരും വരാനുണ്ട്. റിയാസ് എങ്ങനെയാ, റെഡിയാണോ? അടിപൊളി. എങ്ങനെ അടിപൊളി? എല്ലാം ചെയ്യാൻ റെഡിയാണ്. ശരിയാണ്. നമ്മൾ ഇത്തവണ അടിച്ചു പൊളിക്കൂലേ? പിന്നെ തീർച്ച ഒരു മാറ്റമില്ല, അടിച്ചു പൊളിക്കുന്നതാണ് റിയാസ്. ബാക്കിയുള്ളത് ചോദിക്കണല്ലോ. എങ്ങനെയാണ് ഈ തവണ നമ്മൾ എങ്ങനെ വിളിക്കും? എങ്ങനെയാലും എല്ലാവരും പൊളിക്കും. ഈ കലോത്സവത്തിന്റെ അവാർഡിന്റെ കപ്പ് നമ്മൾ കൊണ്ടുപോകും. കൃഷ്ണന്ത് ഭയങ്കര തിരക്കിലാന്നുള്ളൂ. എങ്ങനെയാണ് കൃഷ്ണന്തോ? നമ്മൾ തകർക്കും, അടിച്ചു പൊളിക്കും. 5 ദിവസം ഇല്ല. നമ്മുടെ ബാക്കിയുള്ളവർ ഭക്ഷണം കഴിക്കാൻ അവരെ വന്നിട്ട് പിന്നെ പരിചയപ്പെടുത്താം. ഷെറിന് ഇവിടെ ഇരുന്നു. ഷെറിനെ മറിഞ്ഞിരിക്കാം. കാരണം വലിയ സിസ്റ്റത്തിന് മുമ്പിൽ ആരും കാണില്ല എന്ന് ഓർത്തിരിക്കുന്നത്. മാസ്ക് ഒക്കെ വെച്ചാണ്. ഷെറിനെ മാസ്ക് ഒന്ന് മാറ്റോ? അറിയൂ. കലാപൂരം നമ്മൾ കളറാക്കും. ഉറപ്പല്ലേ? ഒരു മാറ്റം. അപ്പം നമ്മൾ കളറാക്കാൻ റെഡി. ഞാൻ നേരത്തെ പറഞ്ഞാൽ നമ്മുടെ മെയിൻ സ്പോൺസർ മൈജി, IFA, അതോടൊപ്പം ഒരു സിനിമയുണ്ട്, സിനിമ ചത്താ പച്ച. ഇവരാണ് നമ്മുടെ സ്പോൺസർമാർ. ഇവരാണ് 1-2 ടോക്സിൻ്റെ എല്ലാ പ്രേക്ഷകർക്കും, അതോടൊപ്പം തന്നെ അന്വേഷണം.comന്റെ എല്ലാ പ്രേക്ഷകർക്കും ഇത് കാണാനുള്ള അവസരം 1-2 ടോക്സിൻ്റെ യൂട്യൂബ് ചാനലിലൂടെ ഫുൾ ടൈം ലൈവാണ്. ആ ലൈവിലേക്ക് ഞങ്ങൾ ഒരുങ്ങിക്കഴിഞ്ഞു. മുഖ്യമന്ത്രിയാണ് ഉദ്ഘാടനം ചെയ്യുന്നത്. മുഖ്യമന്ത്രി ഉദ്ഘാടനം ചെയ്ത് കഴിഞ്ഞാൽ നമ്മൾ ഫുൾ ലൈവായിട്ട് പോകുന്നു. എല്ലാ സ്റ്റേജിൽ നിന്നും നമ്മുടെ ക്യാമറ കണ്ണുകൾ ഉണ്ടാകും. അതോടൊപ്പം തന്നെ നമ്മുടെ സ്റ്റോറീസ് ഉണ്ടാകും. അവസാന ദിവസം നമ്മുടെ പ്രിയപ്പെട്ട ലാലേട്ടനാണ് സമാപന സമ്മേളനം. അപ്പം ലാലേട്ടനും കൂടി നമ്മളൊന്ന് പൊളിക്കും. പോകല്ലേ? അനീസ നേരത്തെ ഇവിടെ ഷൂട്ട് ചെയ്യാൻ വന്നപ്പോൾ അനീസ കണ്ടില്ല. എവിടെയായിരുന്നു? ഇവിടെ തന്നെ ഉണ്ടായിരുന്നു, പുറകെ തന്നെ ഉണ്ടായിരുന്നു. പിന്നെ അന്നേരം ഒന്ന് ജസ്റ്റ് പുറത്തേക്ക് പോകേണ്ട ഒരു ആവശ്യം വന്നതുകൊണ്ട് ഇതല്ലേ. അപ്പം എങ്ങനെയാണ് ഈ തവണ നമ്മൾ പൊളിക്കുമോ? പൊളിക്കും. നോക്കി ക്യാമറ ഉറപ്പല്ലേ, നമ്മൾ ഇപ്രാവശ്യം പൊളിക്കും. അനീസിന്റെ എത്രാമത്തെ കലോത്സവം റിപ്പോർട്ടിങ്? 2ാമത്തെ കലോത്സവം റിപ്പോർട്ടിംഗ് ആണ്. ഇതിനു മുമ്പ് നമ്മൾ കൊല്ലത്തായിരുന്നു നമ്മൾ ചെയ്തിട്ടുണ്ടായിരുന്നത്. ഇപ്രാവശ്യം നമുക്ക് അതിലും മികച്ച രൂപത്തിൽ നമുക്ക് ഈ പ്രാവശ്യം ചെയ്യാം. അപ്പോൾ അതെ, അനീസ് റെഡിയാണ്. അനീസ് 2ാമത്തെ കലോത്സവമാണ്. ഞാൻ എത്ര കലോത്സവം റിപ്പോർട്ട് ചെയ്യാനും ക്യാമറയ്ക്ക് പോയെന്ന് എനിക്ക് തന്നെ അറിയില്ല. ഞാൻ കുറേ പോയിട്ടുണ്ട്. പക്ഷേ ആ ഒരു എനർജിയാണ് ഈ ടീമിൻ്റെ കൂടെ ഈ ടീമിനെ നയിക്കാൻ എനിക്കുണ്ടായിരിക്കുന്നത്. മറക്കണ്ട, നിങ്ങൾ കാണേണ്ട ചാനൽ 1-2 ടോക്സ്. അതിൽ ഫുൾ ടൈം ലൈവ് ഉണ്ട്. അന്വേഷണം.comഉം 1-2 ടോക്സുമാണ്. ഞങ്ങൾ ഒരുമിച്ചാണ്, ഒറ്റ പ്ലാറ്റ്ഫോമാണ് ഞങ്ങളുടെ സ്റ്റോറീസ് മൊത്തം വരുന്ന വെബ്സൈറ്റ് വരുന്നത് അന്വേഷണം.com ആണ്. വീഡിയോസ് വരുന്നത് 1-2 ടോക്സ്, പിന്നെ ഞങ്ങളുടെ ഫേസ്ബുക്ക് വരും. അപ്പോൾ പൊളിക്കാം നമുക്ക്. ഹോം അപ്ലയൻസ് വാങ്ങാൻ ഒരിടത്ത്, ക്രോക്കറി വാങ്ങാൻ വേറൊരിടത്ത്, ഗാഡ്ജറ്റ്സ് വാങ്ങാൻ വേറെ എവിടെയോ ഒരിടത്ത്. അതെ, എന്തിനെങ്ങനെ പലയിടത്തും ഓടണം? മൈജി ഫ്യൂച്ചർ ഉണ്ടല്ലോ. മൊബൈൽ ഫോൺ മുതൽ ഹോം അപ്ലയൻസസ് വരെ എല്ലാം ഒരിടത്ത്. ഏറ്റവും കുറഞ്ഞ EMI. അങ്ങനെയാണെങ്കിൽ ഏറ്റവും കുറഞ്ഞ വില. എന്നാ ഏറ്റവും കൂടുതൽ ഓഫറുകൾ. മൈജി ഫ്യൂച്ചർ. എക്സ്പീരിയൻസ് ദ നെക്സ്റ്റ്. മൈജിയാണ് ഫ്യൂച്ചർ.